പാക് സൈന്യം ഇന്ത്യയിലേക്ക് കടന്ന് ആക്രമണം നടത്തിയെന്നും മറ്റുമായിരുന്നു പ്രചാരണം. ഇതിനെ ഒറ്റയ്ക്ക് പൊളിച്ചടുക്കിയത് മുഹമ്മദ് സുബൈർ ആയിരുന്നു. പാക് നുണ ബോംബുകൾക്കെതിരായ ഈ ഒറ്റയാൾ പോരാട്ടം ഇന്നിപ്പോൾ അന്ന് തെറി പറഞ്ഞ സൈബർ ആക്രമണം നടത്തിയ BJP-ക്കാരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ് സുബൈർ. കശ്മീരിലെ കുതിരക്കാരനായിരുന്ന ആദിലിന് വേണമെങ്കിൽ ഭീകരർ പറഞ്ഞത് കേട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആദിൽ എന്ന രാജ്യസ്നേഹിക്ക് അതിന് കഴിയുമായിരുന്നില്ല. ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സേന പാകിസ്ഥാനിലെ കൊടും ഭീകരരുടെ താവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് ചില ബോംബുകൾ പറന്നു വന്നു. സോഷ്യൽ മീഡിയ വഴി എത്തിയ നുണ ബോംബുകൾ. അതിനെ നിലം തൊടാതെ പൊളിച്ചടുക്കി കൊടുത്ത ഒരു ഇന്ത്യൻ ഹീറോയുണ്ട്, മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈർ. പാക് ഭീകരരെ തടഞ്ഞതിനെ തുടർന്ന് വെടിയേറ്റ് മരിച്ച ആദിൽ ഹുസൈനെയും പാകിസ്ഥാനുള്ള ഇന്ത്യൻ തിരിച്ചടി വിശദീകരിക്കാനെത്തിയ സോഫിയ ഖുറേഷിക്കും ഒപ്പം തിളക്കമുള്ള ഹീറോയിസം. ഇതേ മുഹമ്മദ് സുബൈർ പണ്ടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും BJP IT സെൽ പടച്ചുവിട്ട നുണകളെ ഫാക്ട് ചെക്കിങ്ങിലൂടെ രാജ്യത്തിന് മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ കേസിൽ കുടുക്കിയപ്പോഴാണ് സുബൈർ അന്ന് വാർത്തകളിൽ ഇടം നേടിയത്. ഇന്നിപ്പോൾ അന്ന് തെറി പറഞ്ഞ സൈബർ ആക്രമണം നടത്തിയ BJP-ക്കാരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ് സുബൈർ. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും കടന്ന് ഇന്ത്യൻ സേന ഭീകര താവളങ്ങൾ തകർത്തുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വ്യാജ വാർത്തകളും ദൃശ്യങ്ങളുമായി പാക് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ രംഗത്ത് വന്നു. പാക് സൈന്യം ഇന്ത്യയിലേക്ക് കടന്ന് ആക്രമണം നടത്തിയെന്നും മറ്റുമായിരുന്നു പ്രചാരണം. ഇത്തരം വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടവരിൽ പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഉൾപ്പെടുത്തിയായിരുന്നു അവകാശവാദങ്ങൾ. സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് X കേന്ദ്രീകരിച്ചായിരുന്നു വ്യാജ പ്രചാരണം അരങ്ങേറിയത്. റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, ഇന്ത്യൻ പട്ടാളക്കാരനെ കൊന്നു, ശ്രീനഗറിലടക്കം പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി തുടങ്ങിയവയായിരുന്നു വ്യാജ പ്രചാരണങ്ങൾ. പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഗാസയിൽ നിന്നും സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നുമൊക്കെ ഉള്ളതായിരുന്നു. ഇതിനെ ഒറ്റയ്ക്ക് പൊളിച്ചടുക്കിയത് മുഹമ്മദ് സുബൈർ ആയിരുന്നു. തൻ്റെ ആൾട്ട് ന്യൂസ് എന്ന സ്വതന്ത്ര മാധ്യമ X പേജുകളിലൂടെയായിരുന്നു മുഹമ്മദ് സുബൈറിന്റെ പാക് നുണ ബോംബുകൾക്കെതിരായ ഈ ഒറ്റയാൾ പോരാട്ടം. ഫാക്ട് ചെക്കിങ്ങിലൂടെ പാക് പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളുടെയും വീഡിയോകളുടെയും അവകാശവാദങ്ങളുടെയും മുനയൊടിക്കാൻ സുബൈറിന് കഴിഞ്ഞു. ആ രാത്രി മുഴുവൻ അതിനായി സുബൈർ ചെലവഴിച്ചു. സുബൈർ പങ്കുവച്ച ഫാക്ട് ചെക്കിംഗ് സത്യങ്ങൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. പാക് പ്രൊപ്പഗണ്ട അക്കൗണ്ടുകളുടെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചായിരുന്നു സുബൈറിന്റെ പാകിസ്ഥാനെതിരായ ഈ സൈബർ പോരാട്ടം. ചില പാക് പ്രൊഫൈലുകൾ വ്യാജ വീഡിയോകളും വാർത്തകളും പങ്കുവച്ചത് ഇന്ത്യക്കാർ എന്ന ഐഡന്റിറ്റി എടുത്തണിഞ്ഞായിരുന്നു. മുൻ സൈനിക ഓഫീസർ, പ്രതിരോധ വിദഗ്ധൻ, ഇന്ത്യൻ ദേശീയവാദി, കോൺഗ്രസ് പ്രവർത്തകൻ എന്നിങ്ങനെയുള്ള ഐഡന്റിറ്റിയുള്ള X ഹാൻഡിലുകളിൽ നിന്നായിരുന്നു പ്രചാരണം വ്യാപകമായി നടന്നത്. പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഹമീദ് മിർ അടക്കമുള്ളവർ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്തു. അത്രത്തോളം ആസൂത്രണത്തോടെയാണ് പാക് ഹാൻഡിലുകൾ വ്യാപകമായി പ്രചാരണം അഴിച്ചുവിട്ടത്. ഏത് നിമിഷവും ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന പാക് പ്രൊഫൈലുകൾ അല്ലെങ്കിൽ X ഹാൻഡിലുകൾ വ്യാജ പ്രൊഫൈലുകളും ദൃശ്യങ്ങളും നേരത്തെ കരുതി വെച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ സുബൈർ പുറത്തു കൊണ്ടുവന്നു. ചില ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും തെറ്റിദ്ധരിച്ച് ചില ദൃശ്യങ്ങൾ നൽകിയെടുത്തായിരുന്നു സുബൈറിന്റെ ഈ ഇടപെടൽ. പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ വാർത്തകളുടെ ഒഴുക്കിൽ ഇന്ത്യൻ ഏജൻസികൾ പോലും പകച്ചുപോയ സമയത്താണ് സുബൈർ നിർണായകമായ ഇടപെടൽ നടത്തിയത്. അതാണ് വിജയം കണ്ടതും. ഇതിനെക്കുറിച്ച് സുബൈർ പറഞ്ഞത് ഇങ്ങനെയാണ്: രാത്രി 2 മണിയോടെ കിടക്കാൻ പോകുമ്പോഴായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടിയെക്കുറിച്ച് അറിഞ്ഞത്. അതിന് പിന്നാലെ ഒരു മാധ്യമ പ്രവർത്തകൻ പങ്കുവച്ച ദൃശ്യവും കണ്ടു. ഇതേ ദൃശ്യം വാർത്താ ഏജൻസിയും നൽകിയിരുന്നു. 2 ദൃശ്യങ്ങളും കണ്ടപ്പോൾ സംശയം തോന്നി. അങ്ങനെ പരിശോധിച്ചപ്പോൾ പഴയ വീഡിയോ ആണെന്ന് മനസ്സിലായി. ഇക്കാര്യം X-ൽ പോസ്റ്റ് ചെയ്തപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായി. എതിർ രാജ്യത്ത് നിന്ന് വരുന്ന വ്യാജ വിവരങ്ങളിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കൂ എന്നായിരുന്നു പ്രതികരണങ്ങൾ. അപ്പോഴാണ് പാക് X ഹാൻഡിലുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിച്ചത്. 1-2 പാക് X ഹാൻഡിലുകളിൽ വ്യാജ പ്രചാരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇവ പരിശോധിച്ച് സത്യാവസ്ഥ പോസ്റ്റ് ചെയ്തു. ഇതോടെ X-ന്റെ അൽഗോരിതം അതനുസരിച്ച് പ്രവർത്തിച്ചു. കൂടുതൽ പാക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ ഫീഡിൽ വന്നു. ഇതിൽ ചില അക്കൗണ്ടുകൾ ഇന്ത്യക്കാരുടേത് എന്ന തരത്തിലുള്ളതായിരുന്നു. എന്നാൽ അവർ പാകിസ്ഥാനെയും കോൺഗ്രസ് അധ്യക്ഷനെയും പ്രശംസിക്കുകയും ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സൈനിക ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയുള്ള അക്കൗണ്ടുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഭാഷയിൽ അസാധാരണമായ രീതിയിൽ ഉറുദു കടന്നുകൂടിയത് ശ്രദ്ധിച്ചു. തുടർന്ന് ഈ അക്കൗണ്ടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇവ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായി. ഇതെല്ലാം വ്യക്തമാക്കി പോസ്റ്റ് ചെയ്തു.
തുടർന്ന് വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് പ്രശംസയും പിന്തുണയും കമന്റുകളായി വന്നു തുടങ്ങി. ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ കൂടുതൽ സമയത്തേക്കില്ലെന്ന് എനിക്കറിയാം. കോവിഡ് കാലത്തും ഇത്തരം പ്രശംസ കിട്ടിയിരുന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഫാക്ട് ചെക്കിങ്ങിന്റെ പേരിൽ ഇതേ ആളുകൾ തന്നെ സൈബർ ആക്രമണം നടത്തി. ആരെയും സന്തോഷിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാറില്ല. സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. താൻ നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് സുബൈർ പറഞ്ഞ വാക്കുകളാണ് ഇത്. രാജ്യത്തിന് ഒരു ആപത്ത് വന്നപ്പോൾ അരയും തലയും മുറുക്കി സുബൈർ രംഗത്തിറങ്ങി. പണ്ട് BJP IT സെല്ലുകളുടെയും മറ്റും വ്യാജ പ്രചാരണങ്ങളെ ഫാക്ട് ചെക്കിങ്ങിലൂടെ പൊളിച്ച സുബൈറിനെ അന്ന് ചിലർ ആക്ഷേപിച്ചത് പാകിസ്ഥാനി എന്ന് വിളിച്ചായിരുന്നു. നീ പാകിസ്ഥാനിൽ പോകൂ എന്ന് സുബൈറിന്റെ പോസ്റ്റിന് താഴെ വന്ന് ആക്രോശിച്ചവരുമുണ്ട്. തന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്തവർക്കെല്ലാം മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് ഇന്ന് സുബൈർ. 2017 സുഹൃത്തായ പ്രതീക് സിൻഹയുമായി ചേർന്ന് സുബൈർ ഫാക്ട് ചെക്കിംഗ് പോർട്ടലായ ആർട്ട് ന്യൂസിന് തുടക്കമിട്ടത്. നോക്കിയ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഇരുന്നു കൊണ്ടായിരുന്നു പ്രവർത്തനം. പിന്നീട് ജോലി രാജിവെച്ച് മുഴുവൻ സമയം ഫാക്ട് ചെക്കിങ്ങിലേക്ക് വന്നു. ഇന്ത്യൻ അതിർത്തികളിൽ സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകൾ എന്ന പേരിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വന്ന ചിത്രം സ്പെയിൻ മൊറോക്കോ അതിർത്തിയിൽ നിന്നുള്ളതാണെന്ന് സുബൈറും സംഘവും കണ്ടെത്തിയതോടെ ആൾട്ട് ന്യൂസും സുബൈറും വൈറലായി. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെയും നുണകളെ പൊളിച്ചെടുക്കുന്ന ഫാക്ട് ചെക്കറായി മാറുകയായിരുന്നു സുബൈർ. കലാപ ശ്രമങ്ങൾക്ക് വരെ തടയിടാൻ സുബൈറിനും സംഘത്തിനും ഈ ഫാക്ട് ചെക്കിങ്ങിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. സുബൈറിന്റെ ഫാക്ട് ചെക്കിങ്ങിൽ ഏറ്റവും അധികം വിളറി പൂണ്ടത് BJP ആണ്. അവരുടെ IT സെൽ പടച്ചുവിടുന്ന നുണകളെ സുബൈർ നിമിഷ നേരം കൊണ്ടാണ് പൊളിച്ചടുക്കിയത്. ഇതോടെ സുബൈർ BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും കണ്ണിലെ കരടായി മാറി. ഇതിനെ തുടർന്നാണ് 2018 ഒരു ട്വീറ്റിന്റെ പേരിൽ 2022 ജൂണിൽ ഡൽഹി പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്യുന്നത്. സുബൈറിന്റെ ട്വീറ്റ് മതവികാരം വ്രണപ്പെടുത്തി എന്നായിരുന്നു പരാതി. തുടർന്ന് സുബൈറിനെതിരെ വ്യാപകമായ വിദ്വേഷ ക്യാമ്പയിനാണ് BJP അനുകൂലികൾ നടത്തിയത്. സുബൈർ ഹിന്ദു വിരുദ്ധനാണെന്നും ജിഹാദിയാണെന്നും ആരോപിച്ചായിരുന്നു ആക്രമണം. അതേ സുബൈറിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുകയാണ് അന്ന് ക്യാമ്പയിൻ നടത്തിയ പല ഹാൻഡിലുകളും ഇന്ന് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാഴ്ച. കേന്ദ്രത്തിന്റെയും BJP അണികളുടെയും ഭീഷണികളെയും അടിച്ചമർത്തൽ ശ്രമത്തെയും അതിജീവിച്ച് സുബൈർ മുന്നോട്ട് പോയതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നുണ ബോംബുകളെ തകർക്കാൻ സുബൈറിന് കഴിഞ്ഞത് എന്ന് ഓർക്കണം. പഹൽഗാമിൽ ഭീകരർ മതം ചോദിച്ചു ഉറപ്പിച്ച് പുരുഷന്മാരെ വെടിവെച്ച് കൊന്നപ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ മനസ്സിനുള്ളിൽ മതവികാരം കത്തിപ്പടരാൻ തുടങ്ങി. ചിലർ അത് മനഃപൂർവ്വം കത്തിക്കാനും നോക്കി. അപ്പോൾ രാജ്യത്തിന് മുന്നിൽ ഭീകരരെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ വെടിയേറ്റ് മരിച്ച ആദിൽ ഹുസൈൻ എന്ന ധൈര്യശാലിയായ കശ്മീരിയുടെ വാർത്തയെത്തി. കശ്മീരിലെ കുതിരക്കാരനായിരുന്ന ആദിലിന് വേണമെങ്കിൽ ഭീകരർ പറഞ്ഞത് കേട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആദിൽ എന്ന രാജ്യസ്നേഹിക്ക് അതിന് കഴിയുമായിരുന്നില്ല. തന്റെ അതിഥികളെ ഭീകരർ ഉപദ്രവിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ തന്നാലാവും വിധം ഭീകരരെ നേരിട്ടു. തോക്ക് പിടിച്ചു വാങ്ങാൻ നോക്കി. മറ്റൊരു ഭീകരന്റെ വെടിയേറ്റ് മരിച്ചു വീണു. പാക് ഭീകരരുടെ ലക്ഷ്യം മതമല്ലെന്നും ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് മാത്രമാണെന്നും ആദിലിന്റെ രക്തസാക്ഷിത്വം തെളിയിച്ചു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പഹൽഗാമിലെ ചോരയ്ക്ക് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായപ്പോൾ അത് ലോകത്തോട് പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് 2 വനിതകളായിരുന്നു. അതിലൊരാൾ സോഫിയ ഖുറേഷി. സോഫിയയെ ആ ദൗത്യം ഏൽപ്പിച്ചതിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിലേക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാന് മുന്നിലേക്ക് വെച്ചൊരു സന്ദേശമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരുമയുടെ സന്ദേശം. പാക് വ്യാജ പ്രചാരണങ്ങളെ തകർത്ത് സുബൈർ ഹീറോ ആകുമ്പോഴും ആ സന്ദേശം തന്നെയാണ് ലോകമാകെ ഇന്ത്യയിൽ നിന്ന് ഒഴുകിയെത്തുന്നത്.